ഹായ്, ഗുഡ് ഈവനിങ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് അടുത്ത സെഷനാണ്. ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഈ ഒരു ലെക്ചറിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ആദ്യത്തെ ലെക്ചറിൽ ഇനീഷ്യേറ്റീവ്സ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് 16 ഇനീഷ്യേറ്റീവ്സിനെ പറ്റിയാണ്. ഐ ഹോപ്പ് നിങ്ങൾ ഒരു തവണ അത് വായിച്ചു നോക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT, NME ICT എന്ന് പറയും. ദെൻ സ്വയംപ്രഭ, യന്ത്ര, ഫോസി, ദെൻ വിർച്വൽ ലാബ്സ്, നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി, ഈ PM ഇ വിദ്യ, ഈ പാഠശാല, ഈ PG പാഠശാല, ദീക്ഷ, ദെൻ നിഷ്ഠ, സ്പോക്കൺ ട്യൂട്ടോറിയൽ, നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ, ദെൻ പ്ലേഗറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ ഇൻ ഇന്ത്യ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശോധശുദ്ധി ഇനീഷ്യേറ്റീവിനെ പറ്റി അറിയണം. ദെൻ അർപ്പിത്. ഈ 16 ഇനീഷ്യേറ്റീവ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തത്. ഇത് നമ്മൾ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുന്നു. ആൻഡ് ഓൾ ടുഗദർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ 42 ഇനീഷ്യേറ്റീവ്സ് ആണ്. ഈ 42 ഇനീഷ്യേറ്റീവ്സിൻ്റെയും കോർ കൺസെപ്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. യു വിൽ ഗെറ്റ് 1 or 2 questions. നോർമലി ദർ വിൽ ബി 1 question. ഈ ഏരിയയിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ആ രീതിയിൽ അത്രയും സിഗ്നിഫിക്കൻ്റ് ആയുള്ള ഒരു ടോപ്പിക് ഏരിയയാണ് നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്സ്. ഇത് ICT ഇനീഷ്യേറ്റീവ്സ് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. ഇത് രണ്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു 42 ഇനീഷ്യേറ്റീവ്സ് നമ്മൾ എടുത്തത്. ഓക്കെ, 16 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് 17ാമത്തെ ഇനീഷ്യേറ്റീവിലേക്ക് പോകാം. ഈ ശോധ് സിദ്ധു. Okay, it's a collaborative platform initiated by Ministry of Education, Government of India to provide access to a vast collection of electronic resources for higher education institutions in India. So basically നമ്മൾ പറയുമ്പോൾ ഇത് ഒരു റെപ്പോസിറ്ററി ആണ്, ഇലക്ട്രോണിക് റിസോഴ്സുകളുടെ റെപ്പോസിറ്ററി ആണ്. നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ ആക്ച്വലി ഒരു ആവശ്യമുള്ള മെറ്റീരിയലുകൾ അല്ലെങ്കിൽ തീസിസുകൾ ഓൺലൈൻ വഴി നമുക്ക് ആക്സസ് ചെയ്യാവുന്ന ഒരു റെപ്പോസിറ്ററി ആയിട്ടാണ് ഈ ശോധ് ആക്ട് ചെയ്യുന്നത്. UGC ഇൻഫോനെറ്റ്, ഡിജിറ്റൽ ലൈബ്രറി കൺസോർഷ്യം, ദെൻ എൻലിസ്റ്റ്, അതേപോലെ ഇൻഡസ്റ്റ്, AICTC കൺസോർഷ്യം, ഇവയെല്ലാം കൂടെ മെർജ് ചെയ്തുകൊണ്ടാണ് ഈ ശോധ് എന്ന് പറയുന്ന ഈ ഇനിഷ്യേറ്റീവ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഇത് ആക്ച്വലി ഒരു കൊളാബറേറ്റീവ് പ്ലാറ്റ്ഫോം ആണ്. ഇതിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് ഇലക്ട്രോണിക് റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, പ്രധാനമായിട്ടും ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്ന തീസിസുകളുടെയൊക്കെ ഒരു കളക്ഷൻ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ദെൻ ഒബ്ജക്റ്റീവ്സ്. ബേസിക് ഒബ്ജക്റ്റീവ്സ് പറയുമ്പോൾ ഒന്ന് കൺസോളിഡേറ്റഡ് ആക്സസ് ആണ്. എല്ലാ മെറ്റീരിയൽസും എല്ലാ മേജർ ഇലക്ട്രോണിക് റിസോഴ്സസും ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആക്കുക. രണ്ടാമതായിട്ട് കോസ്റ്റ് ഇഫക്റ്റീവ് ആക്സസ്. മറ്റ് സബ്സ്ക്രിപ്ഷൻ റേറ്റ്സുമായി ബന്ധപ്പെട്ട് കുറഞ്ഞ ചിലവിൽ ഇൻസ്റ്റിറ്റ്യൂഷന് മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ പർപ്പസ് ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്കൂപ്പസിൻ്റെയൊക്കെ ആക്സസ് എടുക്കുകയാണെങ്കിൽ എത്രമാത്രം എക്സ്പെൻസീവ് ആണെന്ന് ആലോചിക്കുക. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ ഇന്ത്യയിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഈ പറയുന്ന ഇലക്ട്രോണിക് റിസോഴ്സസ് അവൈലബിൾ ആക്കുക എന്നുള്ളതും ഈ ശോധ് സിദ്ധുവിൻ്റെ എയിമാണ്. ദെൻ റിസോഴ്സ് ഷെയറിംഗ്. ടു ഫെസിലിറ്റേറ്റ് റിസോഴ്സ് ഷെയറിംഗ് എമംഗ് മെമ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവരുടെ ഇടയിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്ന റിസോഴ്സുകൾ ഈ ഒരു പോർട്ടലിൽ തന്നെ ഷെയർ ചെയ്യുന്ന രീതിയിൽ പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഡിജിറ്റൽ ലിറ്ററസി. ടു പ്രൊമോട്ട് ഡിജിറ്റൽ ലിറ്ററസി ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി എമംഗ് അക്കാഡമിക് കമ്മ്യൂണിറ്റി. സോ ബേസിക്കലി ഈ കൺസെപ്റ്റ് എന്താണെന്ന്, ഈ കോർ കൺസെപ്റ്റ് എന്താണെന്ന് ഓർക്കുക. ഈ ശോധ് സിദ്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇലക്ട്രോണിക് റെപ്പോസിറ്ററി ആണെന്ന് പറയാം. സോ നമ്മൾ പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഡിഫറെൻറ്റ് ആർട്ടിക്കിൾസ്, ഡിഫറെൻറ്റ് തീസിസുകൾ, ഇവ അവൈലബിൾ ആക്കുന്ന ഒരു റെപ്പോസിറ്ററിയാണ് യഥാർത്ഥത്തിൽ ഈ ശോധ് സിദ്ധു. ഓക്കെ, അതാണ് അതിൻ്റെ ബേസിക് തിങ് നിങ്ങൾ ഓർക്കേണ്ടത്. ദെൻ ഇറ്റ് ഓഫേഴ്സ് എ വാസ്റ്റ് കളക്ഷൻ ഓഫ്. ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് ജേണൽസ് അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് അക്കാഡമിക് ഡിസിപ്ലിൻസുമായി ബന്ധപ്പെട്ട ജേണൽസ്. ദെൻ ബുക്സ് അവൈലബിൾ ആണ്. അതേപോലെ ഡേറ്റാബേസസ്, ബിബ്ലിയോഗ്രാഫിക് സൈറ്റേഷൻ ഡേറ്റാബേസ്, ദെൻ ഫാക്ച്വൽ ഡേറ്റാബേസ്, ഇവയൊക്കെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ ലൈക്ക് എന്താണോ ശോധ് സിദ്ധു ഇനീഷ്യേറ്റീവ്, അത് തന്നെയാണ് ഈ ശോധ് സിദ്ധുവിൽ നമ്മൾ പറയുന്നത്. ദെൻ അടുത്ത രണ്ടാമത്തെ ഇനീഷ്യേറ്റീവ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ ഇനീഷ്യേറ്റീവ് MPTEL ആണ്. നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. ഇത് നമ്മൾ പറയുമ്പോൾ IIT IISc ജോയിന്റ് ഇനീഷ്യേറ്റീവ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ NPTEL ഇസ് എ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്, MOOC ആണ്.
initiated by seven Indian institutes of technology and Indian Institute of Science, Bangalore. ഓക്കെ, സോ ഇന്ത്യൻ ഇന്ത്യയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ടും അതേപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ്, ദെൻ ബേസിക് സയൻസുമായി ബന്ധപ്പെട്ട സബ്ജക്ട്സ്, അതേപോലെ ഹ്യൂമാനിറ്റീസ്, മാനേജ്മെന്റ് സയൻസ്, ഇവയൊക്കെയായി ബന്ധപ്പെട്ട് മൂക്ക് അവൈലബിൾ ആണ്. സ്വയം വഴി NPTEL കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത്. സ്വയം വഴി കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട് NPTEL. അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. സ്വയത്തിന്റെ കോർഡിനേറ്റേഴ്സ് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ NPTEL പറഞ്ഞായിരുന്നു. ഓക്കെ, സോ ഇറ്റ് ഓഫേഴ്സ് വാസ്റ്റ് റെപ്പോസിറ്ററി ഓഫ് ഹൈ ക്വാളിറ്റി വീഡിയോ ലെക്ചേഴ്സ് ആൻഡ് അതർ ലേണിംഗ് റിസോഴ്സസ് ഇൻ എഞ്ചിനീയറിംഗ്, ബേസിക് സയൻസ് ആൻഡ് സെലക്ടഡ് ഹ്യൂമാനിറ്റീസ് ആൻഡ് മാനേജ്മെന്റ് സബ്ജക്ട്സ്. ഈ 4 ഏരിയാസ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന് എഞ്ചിനീയറിംഗ്, ബേസിക്കലി എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് NPTEL കോഴ്സുകൾ വഴി, മൂക്ക് പ്രോഗ്രാംസ് വഴി ഓഫർ ചെയ്യുന്നത്. അതേപോലെ ബേസിക് സയൻസുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾ കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ സെലക്ടഡ് ഹ്യൂമാനിറ്റീസ് ആൻഡ് മാനേജ്മെന്റ് സബ്ജക്ട്സും ഈ ഒരു പ്ലാറ്റ്ഫോം വഴി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫീച്ചേഴ്സ്: ഫ്രീ ആക്സസ്, എല്ലാവരിലേക്കും എഡ്യൂക്കേഷൻ എത്തിക്കുക എന്നുള്ള കൺസെപ്റ്റ് വെച്ചുകൊണ്ട് എല്ലാ ലേണേഴ്സിനും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന മെറ്റീരിയൽസ് ആണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ദെൻ ഡൈവേഴ്സ് സബ്ജക്ട്സ് ആർ ദേർ. അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ വരെയുള്ള ഡിഫറെൻറ്റ് സബ്ജക്ട്സ് NPTEL കോഴ്സസ് ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ദെൻ വീഡിയോ ലെക്ചേഴ്സ്, ഹൈ ക്വാളിറ്റി വീഡിയോ ലെക്ചേഴ്സ് ഡെലിവേർഡ് ബൈ റീനൗണ്ട് പ്രൊഫസേഴ്സ്, എക്സ്പെർട്സ് ആയിട്ടുള്ള ആളുകളാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ സെൽഫ് പേസ്ഡ് ലേണിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് പഠിക്കാനുള്ള അവസരമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ സർട്ടിഫിക്കേഷൻ ഓഫേഴ്സ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഫോർ ദോസ് ഹു വാണ്ട് ഫോർമൽ റെക്കഗ്നിഷൻ. ഇതോടൊപ്പം തന്നെ സ്വയം പ്ലാറ്റ്ഫോം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സ്വയം വഴി NPTEL കോഴ്സസ് ഓഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതേ രീതിയിലാണ് ഇതും വർക്ക് ചെയ്യുന്നത്. അതായത് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ സർട്ടിഫിക്കേഷൻ ഈ പ്ലാറ്റ്ഫോം വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യണം, അതനുസരിച്ച് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ 2 ഇനീഷ്യേറ്റീവ്സ് പറഞ്ഞു. ഒന്ന് ഈശോ സിദ്ധു, രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് NPTEL ആണ്. മൂന്നാമത്തെ ഇനീഷ്യേറ്റീവ് ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്ക്സ്, ഗിയാൻ എന്ന് പറയും. ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്ക്. ഇറ്റ് ഈസ് എ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഓഫ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, aimed at bringing top global talent to Indian classrooms. ഇതാണ് ബേസിക് പർപ്പസ്. ഇത് ആക്ച്വലി വേൾഡിലെ ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെയും ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെയും ഒക്കെ നമ്മളുടെ ക്ലാസ് റൂമുകളിൽ കൊണ്ടുവരിക, അവരെ കൊണ്ട് ഇവിടെ ക്ലാസ്സസ് ഡെലിവർ ചെയ്യിപ്പിക്കുക. ഓക്കെ, ആ ഫോറിൻ ഫാക്കൽറ്റീസ് ഇന്ത്യയിൽ ഷോർട്ട് ടൈം കോഴ്സസ് ഹയർ എഡ്യൂക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് എയിം ചെയ്യുന്നത്. ഇതൊരു ടൈപ്പ് ആണ്, ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. അതുവഴി ഇന്ത്യൻ ഫാക്കൽറ്റീസും അവരും കൊളാബറേഷനിലുള്ള റിസർച്ച് പ്രപ്പോസൽസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും ഗിയാന്റെ ഒരു എയിമാണ്. സോ ഗിയാൻ എന്താണ് ഓർക്കുക. ഗിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വേൾഡ് വൈഡ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പ്രൊഫസേഴ്സിനെയും അതേപോലെ ഏറ്റവും എക്സ്പെർട്സ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെയും ഒക്കെ നമ്മളുടെ രാജ്യത്ത് കൊണ്ടുവരിക, നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൊണ്ടുവന്ന് അവരുടെ കോഴ്സസ് ഇവിടെ ഓഫർ ചെയ്യിപ്പിക്കുക, സ്റ്റുഡൻസുമായിട്ട് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഫാക്കൽറ്റി ആയിട്ട് ടൈപ്പിലുള്ള റിസർച്ച് പ്രപ്പോസൽസ് പ്രൊമോട്ട് ചെയ്യുക. ഇതെല്ലാം ഗിയാൻ നെറ്റ്വർക്കുമായി, ഗിയാൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വരുന്നുണ്ട്. ഞാൻ ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ, ഒന്ന് എൻഹാൻസിങ് അക്കാഡമിക് എക്സലൻസ്, ബ്രിങ്ങിങ് ദി വേൾഡ് ക്ലാസ് എക്സ്പെർട്ടൈസ് ടു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ അത്തരത്തിൽ ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വന്ന് കോഴ്സസ് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ അക്കാഡമിക് എക്സലൻസ് ഇൻഷുർ ചെയ്യാൻ സാധിക്കും. രണ്ടാമതായിട്ട് ഗ്ലോബൽ എക്സ്പോഷർ, സ്റ്റുഡൻസിന് ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ വന്ന് സെഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതുവഴി ഒരു ഗ്ലോബൽ എക്സ്പോഷർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ റിസർച്ച് കൊളാബറേഷൻ, അത് ഞാൻ പറഞ്ഞു, ഇന്ത്യൻ ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനുമായുള്ള ടൈപ്പിലുള്ള, പ്രധാനമായിട്ടും ഈ പറയുന്ന എക്സ്പേർട്സും ഇന്ത്യയിലുള്ള ഫാക്കൽറ്റീസുമായിട്ട് ടൈപ്പിൽ റിസർച്ച് പ്രപ്പോസൽസ് ക്രിയേറ്റ് ചെയ്യുക, അത് പ്രൊമോട്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ ഭാഗമാണ്. ദെൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, അപ്ഗ്രേഡിംഗ് ദി ക്വാളിറ്റി ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻ ഇന്ത്യ. സോ റിസർച്ചിന്റെയും എഡ്യൂക്കേഷന്റെയും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. ഓൾ ദീസ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗിയാൻ. ദെൻ എങ്ങനെയാണ് ഗിയാൻ വർക്ക് ചെയ്യുന്നത്? സോ സിമ്പിൾ സെൻസിൽ പറഞ്ഞ, ഒരു ഫോറിൻ ഫാക്കൽറ്റിയെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു, അവരെ കൊണ്ട് ഇവിടെ കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നു, അവരുടെ കോഴ്സസ് നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നു, അതുവഴി നോളജ് ഷെയറിംഗ് ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് ബേസിക് കൺസെപ്റ്റ്.
So inviting a foreign faculty, അവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. So Indian institutions invite distinguished professors from top universities worldwide to teach short-term courses. അപ്പൊ അത്തരത്തിലെ എക്സ്പെർട്ട് ആയിട്ടുള്ള റിനൗണ്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇവിടെ ഷോർട്ട് ടൈം കോഴ്സസ് ക്രിയേറ്റ് ചെയ്യിക്കുന്നു. അതിനുവേണ്ടി അവരെ ഇൻവൈറ്റ് ചെയ്യുന്നു. ദെൻ കോഴ്സ് ഡെലിവറി. ഫോറിൻ ഫാക്കൽറ്റി ഡെലിവർ ലെക്ചേഴ്സ്, കണ്ടക്ട് വർക്ക്ഷോപ്സ്, ഇന്ററാക്ട് വിത്ത് സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റി. ഇതെല്ലാം ആ സ്റ്റുഡൻസിനും ഫാക്കൽറ്റീസിനും ബെനിഫിഷ്യൽ ആവും. ആൻഡ് ദെൻ നോളജ് ഷെയറിംഗ്. ദി പ്രോഗ്രാം ഫോസ്റ്റേഴ്സ് നോളജ് ഷെയറിംഗ് ആൻഡ് കൊളാബറേഷൻ ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കാഡമിഷ്യൻസ്. ഇത്തരത്തിലൊരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ തന്നെ അത് കൊളാബറേഷനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ത്യൻ ഫോറിൻ അക്കാഡമിഷ്യൻസ് തമ്മിലുള്ള ടൈപ്സിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ നോളജ് ഷെയറിംഗ് ഹാപ്പൻ ചെയ്യപ്പെടും. ദെൻ ഇമ്പാക്റ്റ് അസസ്മെന്റ്. ദി പ്രോഗ്രാം ഇവാലുവേറ്റ്സ് ദി ഇമ്പാക്റ്റ് ഓഫ് ദി കോഴ്സസ് ഓൺ സ്റ്റുഡൻറ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവർ കൊടുത്തിരിക്കുന്ന ഈ കോഴ്സസിന്റെ ഇൻഫ്ലുവൻസ് എത്രമാത്രമാണ്, ഇമ്പാക്റ്റ് എത്രമാത്രമാണ് എന്നുള്ളൊരു അസസ്മെന്റും ഇതിന് ശേഷം കണ്ടക്ട് ചെയ്യപ്പെടും. സോ 4 ലെവലിലാണ്. ഫോറിൻ ഫാക്കൽറ്റീസിനെ എത്തിക്കുന്നു, അവരെ കൊണ്ട് കോഴ്സസ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നു. ദെൻ ടൈപ്സ്, ബേസിക്കലി ടൈപ്പ് ഓർ നോളജ് ഷെയർ എന്ന് പറയാം. അവരുമായിട്ട് ബന്ധപ്പെട്ട് ടൈപ്പിലുള്ള റിസർച്ച് പ്രപ്പോസൽസ് പ്രൊമോട്ട് ചെയ്യുന്നു. ആൻഡ് ഇതിന്റെ ഇമ്പാക്റ്റ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നു. ഇതാണ് ഗിയാനിൽ വരുന്നത്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത 3 ഇനിഷ്യേറ്റീവിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗിയാനാണ്. ബിക്കോസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പല തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗിയാൻ. എന്താണ് ഗിയാൻ എന്നുള്ളത് കൃത്യമായിട്ട് അറിയുക. ഗിയാന്റെ ഫുൾ ഫോം അറിയുക. ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്ക്സ്, അത് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഗിയാൻ പ്രോഗ്രാം എന്താണ് എന്നുള്ള കൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട്. സോ ആ രീതിയിൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക. ഓക്കെ, മൂവിങ് ഓൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 4ാമത്തെ ഇനിഷ്യേറ്റീവ്, അനദർ ഇമ്പോർട്ടൻറ്റ് വൺ, UBA, ഉന്നത് ഭാരത് അഭിയാൻ. ഉന്നത് ഭാരത് അഭിയാൻ. ഉന്നത് ഭാരത് അഭിയാൻ is a flagship program of Ministry of Education, Government of India, aimed at transforming rural development processes through the power of knowledge institutions. അതായത് പ്രധാനമായിട്ടും നമ്മൾ ഈ കൺസെപ്റ്റ് സിംപ്ലി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓരോ ഏരിയയിലും ദേ ഹാവ് എക്സ്പെർട്ടൈസ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മിനിമം ഒരു 5 വില്ലേജുകളായിട്ട് ടൈപ്പ് ചെയ്യിപ്പിക്കാം. ഓക്കെ, എങ്ങനെ ടൈപ്പ് ചെയ്യും? ആ വില്ലേജിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കണം. അപ്പോൾ നോളജ് ഷെയറിംഗ് ആകാം, കപ്പാസിറ്റി ബിൽഡിംഗ് ആകാം, ട്രെയിനിങ് കൊടുക്കുന്നതാകാം. ആ രീതിയിൽ ആ വില്ലേജുകളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയും അവരുടെ ബെറ്റർമെന്റിന് വേണ്ടിയുമുള്ള ഇനിഷ്യേറ്റീവ്സ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുക. ആ രീതിയിലുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഉന്നത് ഭാരത് അഭിയാൻ. സോ ഏറ്റവും നല്ല ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സെലക്ട് ചെയ്യുകയും അവരുടെ അടുത്ത് വരുന്ന ഒരു 5 വില്ലേജുകളുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഏൽപ്പിക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും എഞ്ചിനീയറിംഗ്, സയൻസ് ആൻഡ് മാനേജ്മെന്റ് ഏരിയയിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ കീഴിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അവരുടെ ഇപ്പോൾ മാനേജ്മെന്റ് ആണെങ്കിൽ മാനേജീരിയൽ കേപ്പബിലിറ്റീസ് വെച്ചുകൊണ്ടും അതേപോലെ കപ്പാസിറ്റി എൻറിച്ച്മെന്റ് പ്രോഗ്രാംസ് വഴിയുമൊക്കെ ആ വില്ലേജ് കമ്മ്യൂണിറ്റിക്ക് വേണ്ട ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ എഞ്ചിനീയറിംഗ് ഏരിയയുമായി ബന്ധപ്പെട്ടും സയൻസ് ഏരിയയുമായി ബന്ധപ്പെട്ടും ഒക്കെ ആ ഒരു വില്ലേജ് കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്ത് അവരുടെ ബെറ്റർമെന്റ് എൻഷുർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഇനീഷ്യേറ്റീവ് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഉന്നത് ഭാരത് അഭിയാൻ ഇസ് എ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഓഫ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, aimed at transforming rural development process through the power of knowledge institutions. ഇവരെ കൊണ്ട്, നോളജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കും? നമ്മളുടെ റൂറൽ ഡെവലപ്മെന്റ് പ്രോസസ്സിലേക്ക് അവരെ കൊണ്ടുവരിക. അതാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇറ്റ് സീക്സ് ടു ബ്രിഡ്ജ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ അക്കാഡമിയ ആൻഡ് റൂറൽ ഇന്ത്യ ബൈ ഇൻവോൾവിംഗ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ അഡ്രസ്സിംഗ് ദി ചാലഞ്ചസ് ഫേസ്ഡ് ബൈ റൂറൽ കമ്മ്യൂണിറ്റീസ്. സോ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഈ റൂറൽ കമ്മ്യൂണിറ്റീസിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏൽപ്പിക്കുന്നു. ബിക്കോസ് ദേ നോ സംതിങ്, റൈറ്റ്? അപ്പോൾ ആ ഒരു നോളജ് ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ ബെറ്റർമെന്റിന് വേണ്ടി ആക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് UBA ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ, റൂറൽ ഡെവലപ്മെന്റ് ഫസ്റ്റ് തിങ് അതാണ്, ടു കോൺട്രിബ്യൂട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് റൂറൽ ഇന്ത്യ. രണ്ടാമതായിട്ട് നോളജ് ഷെയറിംഗ്, ടു ട്രാൻസ്ഫോം knowledge and technology to from higher education institutions to rural communities. അവർക്കുള്ള ഈ ടെക്നിക്കൽ നോളജും നോഹവും അതെങ്ങനെ മറ്റ് കമ്മ്യൂണിറ്റീസിലേക്ക്, റൂറൽ കമ്മ്യൂണിറ്റീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെയും. ദെൻ കപ്പാസിറ്റി ബിൽഡിംഗ്,
ടു ബിൽഡ് ദി കപ്പാസിറ്റി ഓഫ് റൂറൽ കമ്മ്യൂണിറ്റീസ് ടു അഡ്രസ് ദെയർ ഓൺ ചലഞ്ചസ്. അവർ ഫേസ് ചെയ്യുന്ന മേജർ ചലഞ്ചസ് എന്തൊക്കെയാണ് എന്ന് പഠിക്കുകയും അതിന് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി അവരെ തന്നെ ഏബിൾ ആക്കുക, അവരുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യിപ്പിക്കുക. ദെൻ ഇൻക്ലൂസീവ് ഗ്രോത്ത്, ടു പ്രൊമോട്ട് ഇൻക്ലൂസീവ് ഗ്രോത്ത് ബൈ എംപവറിംഗ് റൂറൽ പീപ്പിൾ. റൂറൽ കമ്മ്യൂണിറ്റീസിനെ ബിൽഡ് ചെയ്യുക, അവരെയും കൂടി ഇന്ത്യയുടെ ഡെവലപ്മെന്റ് ഭാഗമായിട്ട് കൊണ്ടുവരണം. അതിനുള്ളൊരു നല്ല മെഷറായിട്ടാണ് UBA പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, UBA 2.0 ആണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. UBA കൺസെപ്റ്റ് ഓർക്കുക. എങ്ങനെയാണ് UBA വർക്ക് ചെയ്യുക? അഡോപ്ഷൻ ഓഫ് വില്ലേജസ്, ദാറ്റ് ഐ ഓൾറെഡി ടോൾഡ് യു, റൈറ്റ്? മിനിമം ഒരു 5 വില്ലേജുകളെ വെച്ച് അഡോപ്റ്റ് ചെയ്യാനാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനോടും പറയുന്നത്. സോ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡോപ്റ്റ് വില്ലേജസ് ടു വർക്ക് ക്ലോസ്ലി വിത്ത് ദി കമ്മ്യൂണിറ്റി. അപ്പോൾ ആ വില്ലേജിന്റെ ഡെവലപ്മെന്റ്, അവിടുത്തെ കപ്പാസിറ്റി ബിൽഡിംഗ് എല്ലാം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉത്തരവാദിത്തമായിട്ട് മാറും. നീഡ് അസസ്മെന്റ്, ഐഡന്റിഫൈ ദി സ്പെസിഫിക് നീഡ്സ് ആൻഡ് ചാലഞ്ചസ് ഓഫ് ദി അഡോപ്റ്റഡ് വില്ലേജ്. ആ ഒരു വില്ലേജിന്റെ നീഡ് എന്താണ്, അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു രണ്ടാമത്തെ സ്റ്റേജിൽ. മൂന്നാമതായിട്ട് പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ, ഇംപ്ലിമെന്റിംഗ് ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ഇൻ ഏരിയാസ് ലൈക്ക് അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. അവിടെ ഈ ഓരോ ഏരിയാസിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് പഠിച്ചിട്ട് അതിനനുസരിച്ച് ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ കപ്പാസിറ്റി ബിൽഡിംഗ്, empowering villages through training and skill development program. And finally, monitoring and evaluation, continuously assessing the impact of the initiatives. ഇനിഷ്യേറ്റീവ്സിന്റെ ഇമ്പാക്റ്റ് എന്താണ്, എത്രമാത്രം ബെനിഫിഷ്യൽ ആവുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു നോളജ് മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി സ്റ്റേജസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതൊക്കെയാണ് ഈ ഒരു UBA എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് പ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾ. ഒന്ന്, ഫസ്റ്റ് സ്റ്റേജിൽ വില്ലേജ് അഡോപ്ഷൻ കണ്ടക്ട് ചെയ്യുന്നു. ദെൻ അവരുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രോജക്ട്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, കപ്പാസിറ്റി ബിൽഡിങ്ങിന് വേണ്ട ട്രെയിനിങ്, സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നു. ആൻഡ് ഫൈനലി അതിന്റെ റിസൾട്ട് എന്താണെന്ന് മോണിറ്ററിങ്ങും ഇവാലുവേഷനും കണ്ടക്ട് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഹൗ UBA വർക്ക്സ്. ഓക്കെ, സോ UBA നമ്മൾ ഇതുവരെ പറഞ്ഞ 5 ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് ഓർത്തേ. ഫസ്റ്റ് 4 ഇനീഷ്യേറ്റീവ് ആണ് അല്ലേ. ഫസ്റ്റ് ഈശോ സിന്ധു, ഇത് അക്കാഡമിക് റെപ്പോസിറ്ററി ആണ്, റൈറ്റ്? കളക്ഷൻ ഓഫ് ഈ റിസോഴ്സസ് ആണ് ഈശോ സിന്ധുവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ജേണൽസ് അവൈലബിൾ ആണ്, ഈ ബുക്സ് അവൈലബിൾ ആണ്, ഡേറ്റാബേസസ് അവൈലബിൾ ആണ്. ദെൻ രണ്ടാമത് നമ്മൾ NPTEL പറ്റി പറഞ്ഞു. NPTEL പ്രധാനമായിട്ടും MOOC കോഴ്സസ് ആണ് ഓഫർ ചെയ്യുന്നത്. അത് IITയും IISCയുമായി ബന്ധപ്പെട്ട ജോയിന്റ് ഇനീഷ്യേറ്റീവ് ആണ്. ഓക്കെ, എഞ്ചിനീയറിംഗ്, സയൻസസ്, സെലക്ടഡ് ഹ്യൂമാനിറ്റീസ് ആൻഡ് മാനേജ്മെന്റ് സബ്ജക്ട്സിലൊക്കെയാണ് കോഴ്സസ് ഓഫർ ചെയ്യുന്നത്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് അക്കാഡമിക് നെറ്റ്വർക്ക്സ് ആണ്. ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഓഫ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. എന്താണ് കൺസെപ്റ്റ്? ഫോറിൻ ഫാക്കൽറ്റീസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഷോർട്ട് ടൈം കോഴ്സസ് ഓഫർ ചെയ്യിപ്പിക്കുക, ടൈഅപ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി നമ്മൾ കണ്ടത് ഉന്നത് ഭാരത് അഭിയാൻ. ഉന്നത് ഭാരത് അഭിയാൻ എന്താണ്? ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൊണ്ട് വില്ലേജസിനെ അഡോപ്റ്റ് ചെയ്യിപ്പിക്കുക, അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി ആക്ട് ചെയ്യുക എന്നുള്ളത് പിന്നീട് അവരുടെ ഉത്തരവാദിത്തമാക്കി മാറ്റുക. ഇതാണ് ഉന്നത് ഭാരത് അഭിയാൻ. സോ ഈ പറഞ്ഞ 4 ഇനീഷ്യേറ്റീവ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, മൂവിങ് ഓൺ. അടുത്ത ഇനീഷ്യേറ്റീവ് ശ്രേയസ് സ്കീമാണ്. ശ്രേയസിന്റെ ഫുൾ ഫോം ഒന്ന് നോക്കിയേക്കുക. ലാസ്റ്റ് ഐ തിങ്ക് ഡിസംബർ എക്സാമിനേഷനോ അതോ 2023 ഡിസംബറിലോ ജൂൺ എക്സാമിനേഷനിലോ ഏതോ ഒന്നിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ശ്രേയസിന്റെ ഫുൾ ഫോം വരുന്നത് സ്കീം ഫോർ ഹയർ എഡ്യൂക്കേഷൻ യൂത്ത് ഇൻ അപ്രന്റീസ്ഷിപ്പ് ആൻഡ് സ്കിൽ. സ്കീം ഫോർ ഹയർ എഡ്യൂക്കേഷൻ യൂത്ത് ഇൻ അപ്രന്റീസ്ഷിപ്പ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ആണ്. സോ ഇറ്റ്സ് എ സെൻട്രൽ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് designed to enhance employability of Indian youth by providing industry apprenticeship opportunities to general graduates. സോ അപ്രന്റീസ്ഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതുവഴി ഇവരുടെ എംപ്ലോയബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക. അതായത് ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞു വരുന്ന ഓരോ സ്റ്റുഡൻസിനും എംപ്ലോയബിൾ ക്വാളിറ്റീസ് ഉണ്ടാവണം, അതായത് എംപ്ലോയബിലിറ്റി ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് പ്രകാരം ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു, അപ്രന്റീസ്ഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുവഴി സ്റ്റുഡൻസിന് ആ ഒരു അവരുടെ സ്കിൽ എൻഹാൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവർ തൊഴിലിന് പര്യാപ്തരായിരിക്കണം. അതിനു വേണ്ടിയാണ് ഇത്തരമൊരു ഇനീഷ്യേറ്റീവ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ
ഒബ്ജക്റ്റീവ്സ് ഇത് തന്നെയാണ്, ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒന്ന്, ഇംപ്രൂവ് എംപ്ലോയബിലിറ്റി. സോ ബ്രിഡ്ജ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ അക്കാഡമി ആൻഡ് ഇൻഡസ്ട്രി ബൈ പ്രൊവൈഡിങ് പ്രാക്ടിക്കൽ വർക്ക് എക്സ്പീരിയൻസ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ അപ്രന്റീഷിപ്പ് ട്രെയിനിങ്സ് കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ. ഓക്കെ, അപ്പോൾ അതുവഴി ഇൻഡസ്ട്രിയും അക്കാഡമിയെയും അവർക്ക് നമ്മളിപ്പം തിയറിറ്റിക്കൽ നോളജ് കൊണ്ട് മാത്രം ഒരിക്കലും ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ക്വാളിറ്റി സ്റ്റുഡൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി ഇൻഡസ്ട്രി നോളജ് അവർക്ക് ഉണ്ടാവണം. അതിന് വേണ്ട എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. രണ്ടാമതായിട്ട് സ്കിൽ ഡെവലപ്മെന്റ്. എക്യുപ് ഗ്രാജുവേറ്റ്സ് വിത്ത് ഇൻഡസ്ട്രി റെലവൻറ്റ് സ്കിൽസ്. അവർക്ക് ഇൻഡസ്ട്രിയിൽ ആവശ്യമുള്ള സ്കിൽസ് അവരിലേക്ക് ഇംബൈഡ് ചെയ്യിപ്പിക്കുക. ദെൻ ഏൺ വൈൽ യു ലേൺ, പ്രൊമോട്ട് ചെയ്യുക. സോ ഓഫർ സ്റ്റുഡൻസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഏൺ എ സ്റ്റൈഫൻഡ് വൈൽ ഗെയിനിങ് വർക്ക് എക്സ്പീരിയൻസ്. ഒരു ചെറിയ സ്റ്റൈഫൻഡോട് കൂടി പഠിച്ച് അല്ലെങ്കിൽ ഒരു അപ്രന്റീഷിപ്പ് ചെയ്യാനുള്ള ഇന്റേൺഷിപ്പ് ഒക്കെ പോലെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാം. ദെൻ പ്രൊമോട്ട് അപ്രന്റീഷിപ്പ്. എൻകറേജ് അപ്രന്റീഷിപ്പ് ആസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷനിൽ അപ്രന്റീഷിപ്പ് ഒരു ഇന്റഗ്രൽ പാർട്ടാക്കി മാറ്റുക. എല്ലാ കോഴ്സുകളിലും ഇത്തരത്തിലൊരു പ്രോഗ്രാം ഉണ്ടായിരിക്കണം. അതുവഴി ടാർഗറ്റ് ചെയ്യുന്നത് എന്താ, ഈ ജോബ് അല്ലെങ്കിൽ ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ സബ് പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനും എംപ്ലോയബിലിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്. അതാണ് ശ്രേയസിന്റെ ഇനിഷ്യേറ്റീവ്. ദെൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് ഈസ് കൊളാബറേഷൻ. ഇൻവോൾവ്സ് ദി മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ദാറ്റ് ഈസ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇപ്പോൾ. ഓക്കെ, ഇപ്പോഴത്തെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതിന്റെ പ്രീവിയസ് നെയിമാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നുള്ളത്. ദെൻ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. ഇവരെല്ലാവരും ടൈപ്പിലാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ അപ്രന്റീഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് അപ്രന്റീഷിപ്പ് പൊസിഷൻസ് ഇൻ വേരിയസ് ഇൻഡസ്ട്രീസ് ഫോർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്. സോ ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഇത്തരം അപ്രന്റീഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് സ്റ്റൈഫൻഡ് സപ്പോർട്ട്. വെറുതെ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുകയല്ല, അതിന് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിനും എംപ്ലോയേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ സ്കിൽ ഡെവലപ്മെന്റ്. ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് പ്രാക്ടിക്കൽ സ്കിൽസ് ദാറ്റ് ഈസ് അലൈൻഡ് വിത്ത് ഇൻഡസ്ട്രി റിക്വയർമെന്റ്സ്. ഇൻഡസ്ട്രിയിൽ ആവശ്യമുള്ള സ്കിൽസ് സ്റ്റുഡൻസ് ഡെവലപ്പ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഈ ഒരു സ്കീം തന്നെ റൺ ചെയ്യുന്നത്. സോ കൊളാബറേറ്റീവ് സ്കീമാണ്. ഡിഫറെന്റ് മിനിസ്ട്രീസ് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഇനീഷ്യേറ്റീവ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് പ്രകാരം അപ്രന്റീഷിപ്പ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് എയിം. അതിനുവേണ്ടി സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട്, സ്റ്റൈഫൻ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഇനീഷ്യേറ്റീവ് നാഷണൽ എഡ്യൂക്കേഷൻ അലയൻസ് ഫോർ ടെക്നോളജി, നീറ്റ് ഇനീഷ്യേറ്റീവ് എന്ന് പറയും. നാഷണൽ എഡ്യൂക്കേഷൻ അലയൻസ് ഫോർ ടെക്നോളജി. നീറ്റ് ഈസ് എ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് aimed at leveraging technology to improve learning outcomes in higher education. ഒരു ഇനിഷ്യേറ്റീവ് വഴി AI-യുടെ സഹായത്തോടു കൂടി, ടെക്നോളജിയാണ്, സോ പ്രധാനമായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുവന്ന് ഹയർ എഡ്യൂക്കേഷൻ കുറച്ചുകൂടി ബെറ്റർ ആക്കുക. സോ ഇറ്റ്സ് എ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡൽ ദാറ്റ് ബ്രിങ്സ് ടുഗദർ edtech കമ്പനീസ് ആൻഡ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ എ സിംഗിൾ പ്ലാറ്റ്ഫോം. ഇപ്പോൾ ഞാൻ AI എന്ന് പറഞ്ഞു, AI മാത്രമല്ല മറ്റ് ടെക്നോളജീസും കൊണ്ടുവരും. അതിനുവേണ്ടി edtech കമ്പനീസും അവർക്ക് ഏത് രീതിയിൽ കോഴ്സ് ബെറ്റർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം, കോഴ്സ് ബെറ്റർ ആക്കാനുള്ള edtech മോഡൽസ് ഒക്കെ ഉണ്ടാവും. അത്തരം മോഡൽസ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ടൈപ്പിൽ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ എയിം. ഓക്കെ, ഇതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാം ആണെന്ന് പറഞ്ഞു. ഇതിന്റെ ബേസിക് എയിം എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ ലേണിംഗ് ഔട്ട്കം ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സോ ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ, ഒന്ന് പേഴ്സണലൈസ്ഡ് ലേണിംഗ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ AI എന്ന്, അതാണ് ഉദ്ദേശിച്ചത്. പേഴ്സണലൈസ്ഡ് ലേണിംഗിലേക്ക് കൊണ്ടുവരിക. ടു യൂസ് AI ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് ടു പ്രൊവൈഡ് കസ്റ്റമൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസസ്. ഓരോ സ്റ്റുഡൻറ്റിനും അവർക്കനുസരിച്ച രീതിയിലുള്ള ലേണിംഗ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. ബിക്കോസ് നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ പഠിക്കുമ്പോൾ ഏറ്റവും ബേസിക് ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് എന്താണ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് സബ്ജക്ട്സിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ പറ്റി പറഞ്ഞു. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ സ്റ്റുഡൻറ്റും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അതിനനുസരിച്ച് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഒരു ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അർത്ഥമില്ല. അപ്പോൾ ഓരോരുത്തരുടെയും ലേണിംഗ് കേപ്പബിലിറ്റി അനുസരിച്ചുള്ള ടീച്ചിങ് മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. അതും ഈ ഒരു മിഷൻ വഴി എയിം ചെയ്യുകയാണ്. അതായത് ഓരോ സ്റ്റുഡൻസിനും AI-യുടെയും ഡേറ്റ അനാലിസ്റ്റിക്സിൻ്റെയും സഹായത്തോടു കൂടി അവരുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുക, അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡ് ഉപയോഗിക്കുക.
Maybe some may be visual learners, some may be auditory learners, some may be kinesthetic learners. അങ്ങനെ പല കാറ്റഗറിയിലുള്ള ലേണേഴ്സും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ലെക്ചറിങ് എന്ന് പറയുന്ന ഒരു കോമൺ മെത്തേഡ് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലുള്ള ലേണിംഗ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതും ഇതിന്റെ ഒരു എയിമാണ്. അതിനുവേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യുക. ദെൻ ആക്സസിബിലിറ്റി, ടു മേക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആക്സസിബിൾ ടു ഓൾ ഇൻക്ലൂഡിംഗ് ദോസ് ഇൻ റിമോട്ട് ഏരിയാസ്. എല്ലാവരിലേക്കും ഈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എത്തിക്കുക. ഓൺലൈൻ മെത്തേഡിലാണ്, ഓൺലൈൻ ഇനീഷ്യേറ്റീവാണ് നീറ്റ്. അതുവഴി റിമോട്ട് ഏരിയാസിലുള്ളവരിലേക്കും ഈ ഒരു എഡ്യൂക്കേഷൻ എത്തിക്കുക എന്ന് പറയുന്നത് ഇതിന്റെ ഒരു എയിമാണ്. സ്കിൽ ഡെവലപ്മെന്റ്, ടു എക്വിപ്പ് സ്റ്റുഡൻസ് വിത്ത് ഇൻ ഡിമാൻഡ് സ്കിൽസ് ഫോർ എംപ്ലോയബിലിറ്റി. സ്റ്റുഡൻസിന് എന്ത് സ്കില്ലാണോ ആവശ്യമുള്ളത് അത് ഡെവലപ്പ് ചെയ്യുക. ആൻഡ് ഫൈനലി പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ആണ്, ടു ഫോസ്റ്റർ കൊളാബറേഷൻ ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. ഗവൺമെന്റ് പ്രൈവറ്റ് സെക്ടറിൽ പാർട്ണർഷിപ്പിലുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് നീറ്റ്, നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ നീറ്റിന്റെ ഫുൾ ഫോം ഓർക്കണം. ദെൻ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഒന്ന് എഡ്ടെക് ഇന്റഗ്രേഷൻ ആണ്. എഡ്യൂക്കേഷൻ ടെക്നോളജി കമ്പനീസുമായിട്ട് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യും. സോ നീറ്റ് ബ്രിങ്സ് ടുഗദർ എ വെറൈറ്റി ഓഫ് എഡ്ടെക് സൊല്യൂഷൻസ് ഇൻ ടു എ സിംഗിൾ പ്ലാറ്റ്ഫോം. രണ്ടാമതായിട്ട് ലേണർ ചോയ്സ്. സ്റ്റുഡൻസ് ക്യാൻ ചൂസ് ഫ്രം എ റേഞ്ച് ഓഫ് അഡാപ്റ്റീവ് ലേണിംഗ് സൊല്യൂഷൻസ്. വാട്ട് ഈസ് അഡാപ്റ്റീവ് ലേണിംഗ്? അഡാപ്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ലേണിംഗ് സ്റ്റൈലിൽ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ലേണിംഗ്. ഓക്കെ, ലേണിംഗ് സ്റ്റൈൽ എന്താണോ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ലേണിംഗ് ആണ് അഡാപ്റ്റീവ് ലേണിംഗ്. ലേണിംഗ് സ്റ്റൈൽ എന്താണോ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ടീച്ചിങ്ങിനെയാണ് അഡാപ്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്നൊക്കെ പറയും, നമ്മളത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ പറയുന്നതാണ്. ദെൻ ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ്. നെക്സ്റ്റ്, ക്വാളിറ്റി അഷുറൻസ്. ദി പ്ലാറ്റ്ഫോം എൻഷുറൻസ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോർ ദി ഇന്റഗ്രേറ്റഡ് എഡ്ടെക് പ്രൊഡക്ട്സ്. ആ ഓരോ എഡ്ടെക് പ്രൊഡക്റ്റുകളും ക്വാളിറ്റി ഉണ്ട് എന്ന് എൻഷുർ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഈ ഒരു പ്ലാറ്റ്ഫോം ആക്ട് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി ഇൻഷുറൻസ് നടത്തുന്നുണ്ട്. ആൻഡ് ആക്സസിബിലിറ്റി. നീറ്റ് എയിംസ് ടു മേക്ക് ദീസ് സൊല്യൂഷൻസ് അഫോർഡബിൾ ആൻഡ് ആക്സസിബിൾ ടു ഓൾ സ്റ്റുഡൻസ്. എല്ലാവർക്കും, എല്ലാ സ്റ്റുഡൻസിലേക്കും എത്തിക്കുക എന്നുള്ളൊരു ബേസിക് എയിമാണ്. അപ്പോൾ ഈ AI സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ലേണിംഗ് എല്ലാ സ്റ്റുഡൻസിലേക്കും എത്തണം. അതും ഈ ഒരു പ്ലാറ്റ്ഫോം ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സോ നീറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒന്ന് എഡ്ടെക് ഇന്റഗ്രേഷൻ ആണ്. ആൻഡ് രണ്ടാമതായിട്ട് ലേണേഴ്സിന് അവരുടേതായ അഡാപ്റ്റീവ് ലേണിംഗ് സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നു. ടു ഓൾ. These are the that you remember about, that you need to remember about NEET initiative. ഓക്കെ, അടുത്തത് ഈ പറയുന്ന ഓരോ ഇനിഷ്യേറ്റീവ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എക്യുപ്. എക്യുപ്പിന്റെ ഫുൾ ഫോം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിറ്റി അപ്ഗ്രഡേഷൻ ആൻഡ് ഇൻക്ലൂഷൻ പ്രോഗ്രാം. എഡ്യൂക്കേഷൻ ക്വാളിറ്റി അപ്ഗ്രഡേഷൻ ആൻഡ് ഇൻക്ലൂഷൻ പ്രോഗ്രാം. ഇതൊരു കോംപ്രിഹെൻസീവ് പ്ലാനാണ്. ഓക്കെ, ഡിസൈൻ ടു ട്രാൻസ്ഫോം ഇന്ത്യസ് ഹയർ എഡ്യൂക്കേഷൻ ലാൻഡ്സ്കേപ്പ്. ഇന്ത്യയുടെ ഹയർ എഡ്യൂക്കേഷനെ പൂർണ്ണമായിട്ടും ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു കോംപ്രിഹെൻസീവ് പ്ലാനാണ് എക്യുപ്. നമ്മളെ സംബന്ധിച്ച് ഇതുവരെ പറഞ്ഞതിൽ ഗിയാൻ ഇമ്പോർട്ടൻ്റ് ആണ്, എക്യുപ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള ഈ സെലക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ഞാൻ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്യണം, കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കണം. ഓക്കെ, സോ എക്യുപ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്യുപ് ഇന്ത്യയുടെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ലോഞ്ച്ഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ഇറ്റ് എയിംസ് ടു അഡ്രസ് ക്രിട്ടിക്കൽ ചാലഞ്ചസ് ഇൻ ആക്സസ്, ഇൻക്ലൂഷൻ, ക്വാളിറ്റി ആൻഡ് എംപ്ലോയബിലിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ. സോ പ്രധാനമായിട്ടും നിലവിലുള്ള ഹയർ എഡ്യൂക്കേഷന്റെ ചാലഞ്ചസ്, എല്ലാവരിലേക്കും ഹയർ എഡ്യൂക്കേഷൻ എത്തിക്കണം. ഓക്കെ, ഹയർ എഡ്യൂക്കേഷൻ ആക്സസിബിൾ ആയിരിക്കണം. ദെൻ ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസിന് ഇതിന്റെ ഭാഗമായിട്ട് വരാൻ സാധിക്കണം. ഇൻക്ലൂഷൻ, ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ സാധിക്കണം. എംപ്ലോയബിലിറ്റി, ഈ ക്വാളിഫൈ ചെയ്ത് വരുന്ന സ്റ്റുഡൻസിന് എംപ്ലോയബിലിറ്റി ഉണ്ടാവണം. ഇവയൊക്കെ ഈ പറയുന്ന ഓരോ ഏരിയയും ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനുള്ള ശ്രമമാണ് എക്യുപ് വഴി നടത്തുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഒന്ന്, ഡബിളിംഗ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ. സോ ഇൻക്രീസിംഗ് ആക്സസ് ടു ഹയർ എഡ്യൂക്കേഷൻ ഫോർ എ ലാർജർ പോപ്പുലേഷൻ. നിലവിലുള്ള എൻറോൾമെന്റ് റേഷ്യോന്റെ ഇരട്ടിയാക്കുക. അതൊരു 10-year വിഷൻ പ്ലാൻ ആണ്. 10 വർഷമാണ് ടൈം പീരീഡ് പറയുന്നത്. ഈ 10 വർഷം കൊണ്ട് നിലവിൽ എത്രയാണോ ഹയർ എഡ്യൂക്കേഷനിൽ എൻറോൾ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ്, അവരുടെ ഇരട്ടിയാക്കി ഹയർ എഡ്യൂക്കേഷൻ എൻറോൾമെന്റ് കൂട്ടുക. 2, അഡ്രസ്സിംഗ് ഇൻഇക്വാലിറ്റി, റെഡ്യൂസിംഗ് ഡിസ്പാരിറ്റീസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ആക്സസ് ബേസ്ഡ് ഓൺ ജിയോഗ്രഫി ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. ചില ഇടങ്ങളിൽ മാത്രം ഹയർ എഡ്യൂക്കേഷൻ ഒതുങ്ങുന്നു,
ചില നാടുകളിലെ ആളുകളിലേക്ക് ഹയർ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. അങ്ങനെയുള്ള സോഷ്യൽ ഗ്രൂപ്പിംഗ് വെച്ചുള്ള ഡിവിഷൻ ആകാം, അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഡിവിഷൻ ആകാം. ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരിലേക്കും ഹയർ എഡ്യൂക്കേഷൻ എത്തിക്കുക. ദെൻ എൻഹാൻസിങ് ക്വാളിറ്റി, അപ്ഗ്രേഡിംഗ് ദി ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ടു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്. ക്വാളിറ്റി ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിന് ഈക്വൽ ആകുക. നമ്മളിപ്പോൾ NEP ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ ഒരു പർപ്പസ് തന്നെ അത് പറയുന്നുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ ലാൻഡ്സ്കേപ്പിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഗ്ലോബൽ എഡ്യൂക്കേഷന് ഈക്വൽ ആക്കുക, ഗ്ലോബൽ എഡ്യൂക്കേഷന്റെ ആ ഒരു മെത്തേഡുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ദെൻ പ്രൊമോട്ടിംഗ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ, ഫോസ്റ്ററിങ് എ റിസർച്ച് ഓറിയന്റഡ് കൾച്ചർ, റിസർച്ച് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നു. ദെൻ ഗവർണൻസ് റിഫോംസ്, ഇൻട്രൊഡ്യൂസിങ് എഫക്റ്റീവ് ഗവർണൻസ് സ്ട്രക്ചേഴ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബെറ്റർ ആയിട്ടുള്ള ഗവർണൻസ് സിസ്റ്റം ഹയർ എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്യുപ്. ഏറ്റവും ബേസിക് ഒബ്ജക്റ്റീവായിട്ട് ഓർക്കേണ്ടത് നിലവിലുള്ള ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇരട്ടിയാക്കി അടുത്ത 10 വർഷം കൊണ്ട് മാറ്റുക. ദെൻ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, എംപ്ലോയബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക, ഇൻഇക്വാലിറ്റി ഒഴിവാക്കുക തുടങ്ങിയവയെല്ലാം, റിസർച്ച് എക്കോസിസ്റ്റം ബെറ്റർ ആക്കുക തുടങ്ങിയവയെല്ലാം എക്യുപ്പിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, സോ എക്യുപ്പ് കഴിഞ്ഞു. അടുത്ത സ്കീം പരമാർഷ് ആണ്. പരമാർഷ് സ്കീം. Paramarsh is a scheme launched by University Grants Commission to mentor institutions aspiring for National Accreditation and Assessment Council accreditation. NAC accreditation ആസ്പയർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവർക്ക് വേണ്ട ഒരു മെന്ററിങ് പ്രോഗ്രാമാണ് പരമാർഷ്. അതായത് ദി പ്രൈമറി ഗോൾ ഇസ് ടു എൻഹാൻസ് ഓവറോൾ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. നിലവിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന NAC അക്രഡിറ്റേഷൻ പ്രകാരം A+ ഒക്കെ കിട്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ട് നിലവിൽ അക്രഡിറ്റേഷൻ തയ്യാറാവുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. അവരെങ്ങനെയൊക്കെയാണ്, ഏത് രീതിയിലായിരിക്കണം അവരുടെ കരിക്കുലം ഡെവലപ്പ് ചെയ്യേണ്ടത്, ഏത് രീതിയിലായിരിക്കണം അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ വർക്കിംഗ്, ഇതിനൊക്കെ വേണ്ട ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പരമാർഷ് സ്കീം ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഓർക്കുക, മെന്ററിങ് സ്കീമാണ്. ആരെയാണ് മെന്റർ ചെയ്യുന്നത്? NAC അക്രഡിറ്റേഷൻ ആസ്പയർ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മെന്റർ ചെയ്യുക. ആര് മെന്റ് ചെയ്യും? NAC അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഏറ്റവും ഹയർ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെന്റർ ചെയ്യുന്ന ഒരു രീതിയാണ് പരമാർഷ്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാൽ മെന്ററിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൊവൈഡിങ് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ടു ഇൻസ്റ്റിറ്റ്യൂഷൻ സീക്കിംഗ് NAC അക്രഡിറ്റേഷൻ. അതാണ് ഫസ്റ്റ് തിങ്, മെന്ററിങ് ആണ്. സോ NAC അക്രഡിറ്റേഷൻ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെന്റർ ഐഡന്റിഫൈ ചെയ്ത് മെന്ററിങ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്വാളിറ്റി എൻഹാൻസ്മെന്റ്, ഇംപ്രൂവിംഗ് ദി ഓവറോൾ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ബൈ ഫോക്കസിംഗ് ഓൺ ടീച്ചിങ്, ലേണിംഗ്, റിസർച്ച് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രാക്ടീസസ്. ദെൻ കപ്പാസിറ്റി ബിൽഡിംഗ്, സ്ട്രെങ്തനിങ് ദി കപ്പാസിറ്റീസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു മീറ്റ് NAC അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ്. ഇവയെല്ലാം ചെയ്ത് എങ്ങനെയായിരിക്കും? ഒരു മെന്ററുടെ സപ്പോർട്ട് കൂടിയായിരിക്കും. ഇതിന് വേണ്ട വഴികൾ അവർ പറഞ്ഞു കൊടുക്കും. ദെൻ ഹൗ പരമാർഷ് വർക്ക്. പരമാർഷിന്റെ വർക്കിംഗ് മോഡൽ ഇങ്ങനെയാണ്. ഒന്ന്, മെന്റർ മെന്റി മോഡലാണ്. ദി സ്കീം ഓപ്പറേറ്റ്സ് ഓൺ എ മെന്റർ മെന്റി മോഡൽ വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് മെന്റേഴ്സ്, ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള NAC അക്രഡിറ്റേഷനിലെ ഹൈ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ്പയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ട്രെയിനിങ് കൊടുക്കുന്നു. കോംപ്രിഹെൻസീവ് സപ്പോർട്ട്, മെന്റേഴ്സ് പ്രൊവൈഡ് ഗൈഡൻസ് ഓൺ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂഡിംഗ് കരിക്കുലം ഡിസൈൻ, റിസർച്ച്, ഫാക്കൽറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഈ എല്ലാ ഏരിയയിലും വേണ്ട സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദി UGC പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ദി മെന്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഫെസിലിറ്റേറ്റ് മെന്ററിംഗ് പ്രോസസ്. ഓക്കെ, ഇങ്ങനെ മെന്ററിംഗ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് UGC ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. അതുവഴിയാണ് അവർ മെന്ററിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പരമാർഷിന്റെ വർക്കിംഗ് മോഡൽ. ഓക്കെ, അടുത്തതിലേക്ക് പോയാലോ. അടുത്തത് റൈസ് ആണ്. റിവൈറ്റലൈസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റംസ് ഇൻ എഡ്യൂക്കേഷൻ ബൈ 2022 എന്നായിരുന്നു ഇനിഷ്യറ്റിന്റെ പേര്. റിവൈറ്റലൈസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റംസ് ഇൻ എഡ്യൂക്കേഷൻ, റൈസ്. റൈസ് stands for, as we said, revitalizing infrastructure and systems in education. It is a significant initiative launched by Government of India to upgrade the physical and academic infrastructure of the higher education institutions. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു ICSSR ഇനീഷ്യേറ്റീവാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ICSSR വഴി ബിൽഡ് ചെയ്തിരിക്കുന്ന ഇനീഷ്യേറ്റീവാണ്. ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ
ഒബ്ജക്റ്റീവ്സ് ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആസ് ഐ സെഡ് ടു ഇംപ്രൂവ് ദി ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് ഇൻക്ലൂഡിംഗ് ലാബോറട്ടറീസ്, ലൈബ്രറീസ്, ഹോസ്റ്റൽസ് ആൻഡ് ക്ലാസ് റൂം. ഫസ്റ്റ് എയിം. രണ്ടാമതായിട്ട് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ടു എൻഹാൻസ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ടീച്ചിങ്, ലേണിംഗ് ആൻഡ് റിസർച്ച്. ഡിജിറ്റൽ കണക്ടിവിറ്റി കൊണ്ടുവരിക ആൻഡ് അത്തരത്തിലുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ആക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിന്റെ ഭാഗമാണ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി ബിൽഡിംഗ് ടു സ്ട്രെങ്തൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജ്മെന്റ് കപ്പാസിറ്റീസ് ഇൻ capabilities of institutions. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കേപ്പബിലിറ്റീസും മാനേജറിയൽ കേപ്പബിലിറ്റീസും ഒക്കെ ഇംപ്രൂവ് ചെയ്യുക. ദെൻ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ടു ഫോസ്റ്റർ എ റിസർച്ച് ഓറിയന്റഡ് കൾച്ചർ ആൻഡ് ക്രിയേറ്റ് വേൾഡ് ക്ലാസ് റിസർച്ച് ഫെസിലിറ്റീസ്. ഓക്കെ, റിസർച്ച് പ്രൊമോട്ട് ചെയ്യുക. ഈ എല്ലാ ഇനീഷ്യേറ്റീവിലും നമുക്ക് കാണാം റിസർച്ചിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് റിസർച്ച് അരീനയിൽ തന്നെ നമ്മളുടെ രാജ്യം കുറച്ച് പുറകോട്ടാണ്. അത് ബെറ്റർ ആക്കുക, കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഈ പറയുന്ന ഓരോ ഇനീഷ്യേറ്റീവും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ദെൻ കപ്പാസിറ്റി ബിൽഡിംഗ്, അതേപോലെ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ, ഇവയിലൊക്കെയാണ് റൈസിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയാവുന്നത്. ദെൻ ഹൗ റൈസ് വർക്ക്സ്. റൈസ് വർക്ക് ചെയ്യുന്ന മോഡൽ പറയുകയാണെങ്കിൽ ഒന്ന് ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അത് ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് HEFA വഴിയാണ്, ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി. ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി വഴിയാണ്. അതിനുവേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി. ആദ്യം ഹയർ എഡ്യൂക്കേഷന് വേണ്ടി മാത്രം ഫണ്ട് കണ്ടെത്തുന്ന ഒരു ബോഡി ആയിട്ടാണ് ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി നിലനിന്നിരുന്നത്. എന്നാൽ പിന്നീട് അതിനെ മാറ്റങ്ങൾ വരുത്തി പിന്നീട് എല്ലാ എഡ്യൂക്കേഷൻ ലെവലിലും, അതായത് പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷനിലും ഹയർ എഡ്യൂക്കേഷനിലും ഒക്കെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫണ്ട് കണ്ടെത്തുന്ന ഒരു ബോഡി ആയിട്ട് HEFA മാറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഇത്രയും ഓർക്കുക. ദി ഗവൺമെന്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ത്രൂ ദി ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി ഫോർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് അവർ വഴി പ്രൊവൈഡ് ചെയ്യും. ദെൻ പ്രയോറിറ്റൈസേഷൻ. ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രയോറിറ്റൈസ് ദെയർ ഇൻഫ്രാസ്ട്രക്ചർ നീഡ്സ് ബേസ്ഡ് ഓൺ ദെയർ സ്ട്രാറ്റജിക് പ്ലാൻസ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അവരുടെ ബേസിൽ, അവരുടെ സ്ട്രാറ്റജിക് പ്ലാൻസിനനുസരിച്ച് ഏതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് ആദ്യം വേണ്ടത് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. അതിന് ഏറ്റവും നീഡി ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നീഡ്സിലേക്കായിരിക്കും ആദ്യം ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഇംപ്ലിമെന്റേഷൻ. സെലക്ടഡ് പ്രോജക്ട്സ് വിൽ ബി ഇംപ്ലിമെന്റഡ് വിത്ത് സ്ട്രിക്റ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടൈം ലൈൻ. വൺ സെലക്ടഡ്, അത് പെട്ടെന്ന് കണ്ടക്ട് ചെയ്യാനും ക്വാളിറ്റി മാക്സിമം എൻഷുർ ചെയ്യാനും ഈ ഒരു ഇനീഷ്യേറ്റീവ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ. റെഗുലർ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ആർ ക്യാരിഡ് ഔട്ട് ടു അസസ് ദി ഇമ്പാക്ട് ഓഫ് ദി ഇനീഷ്യേറ്റീവ്. ഈ ഇനീഷ്യേറ്റീവ് എത്രമാത്രം ഇമ്പാക്ട്ഫുൾ ആണ്, അല്ലെങ്കിൽ എത്രമാത്രം നടക്കുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂസ് മോണിറ്ററിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലാസ്റ്റ് നമ്മൾ 5 പറഞ്ഞു. ഏതൊക്കെയാത് ജസ്റ്റ് നോക്കൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ശ്രേയസ് ഇനീഷ്യേറ്റീവിലാണ്. ശ്രേയസ് എന്ന് പറഞ്ഞാൽ അപ്രന്റീസ്ഷിപ്പ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് ആണ്. പിന്നെ നമ്മൾ കണ്ടത് നീറ്റ് ആണ്, നാഷണൽ എഡ്യൂക്കേഷൻ അലയൻസ് ഫോർ ടെക്നോളജി. എന്തിനു വേണ്ടിയാണ്? എയുടെ സപ്പോർട്ടോട് കൂടി എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, അഡാപ്റ്റീവ് ലേണിംഗ് ഒക്കെ കൊണ്ടുവരിക, അതൊക്കെയാണ് ഇതിന്റെ എയിം. ദെൻ എക്യുപ്, എഡ്യൂക്കേഷൻ ക്വാളിറ്റി അപ്ഗ്രഡേഷൻ ആൻഡ് ഇൻക്ലൂഷൻ പ്രോഗ്രാം. ഓവറോൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി 10 വർഷത്തിനകം ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ടാർഗറ്റ് ആണ്. ഒരു ടാർഗറ്റ് ബേസ്ഡ് കോംപ്രിഹെൻസീവ് പ്ലാൻ ആണ് എക്യുപ്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഡബിൾ ആക്കുക എന്നുള്ളതൊക്കെ ഇതിന്റെ ടാർഗറ്റ് ആണ്. ദെൻ പരമാർശ സ്കീമിനെ പറ്റി പറഞ്ഞു. നാക് അക്രഡിറ്റേഷൻ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഗൈഡ് ചെയ്യാൻ, മെന്റർ ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് പരമാർശ സ്കീം. അവസാനമായി നമ്മൾ കണ്ടത് റൈസ് ആണ്, റീവൈറ്റലൈസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റംസ് ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഹയർ എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ഉള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് റൈസ്. ഓക്കെ, എനി ഡൗട്ട്സ്? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഫൈൻ. അപ്പോൾ അടുത്ത ഇനീഷ്യേറ്റീവ് ഇംപ്രസ് ആണ്. നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഇംപ്രസ്. ബിക്കോസ് ഇമ്പാക്ട്ഫുൾ പോളിസി റിസർച്ച് ഇൻ സോഷ്യൽ സയൻസസ്. നമ്മൾ ഈ എക്സാം എഴുതുന്നത് സോഷ്യൽ സയൻസസിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിസർച്ച് പ്രൊമോഷന് വേണ്ടിയുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഇംപ്രസ്. ഇതും ICSSR സ്പോൺസേർഡ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ് ആണ്. സോ റൈസും അതേപോലെ തന്നെ ഇംപ്രസും ICSSR സ്പോൺസർ ചെയ്യുന്ന 2 ഇനീഷ്യേറ്റീവ്സ് ആണ്.
Okay. So IMPRESS stands for Impactful Policy Research in Social Sciences. It's a significant initiative by Government of India to provide high quality social science research that directly influences policy making. സോഷ്യൽ സയൻസിലെ ഹൈ ക്വാളിറ്റി റിസർച്ച് പ്രപ്പോസൽസ് പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, രണ്ട് കാര്യങ്ങൾ അവിടെ നിങ്ങൾ ഓർക്കണം. ഒന്ന്, സോഷ്യൽ സയൻസ് റിസർച്ച് പ്രൊമോട്ട് ചെയ്യുക. രണ്ട്, പോളിസി മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതായത് ഗവൺമെന്റ് പോളിസി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇനിഷ്യേറ്റീവ്സ് പ്രൊമോട്ട് ചെയ്യുക, റിസർച്ച് പ്രപ്പോസൽസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇംപ്രസ് ടാർഗറ്റ് ചെയ്യുന്നത്. ദെൻ ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ പോളിസി റെലവൻറ്റ് റിസർച്ച് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ടു എൻകറേജ് റിസർച്ച് ദാറ്റ് അഡ്രസ് പ്രസിംഗ് റെലവൻറ്റ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ചലഞ്ചസ്. നിലവിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന സോഷ്യൽ ഇക്കണോമിക് ചലഞ്ചസിനെ പറ്റി പഠിക്കുന്ന, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിലുള്ള റിസർച്ച് പ്രപ്പോസൽസ് ആണ് നമ്മൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് വഴി പ്രൊമോട്ട് ചെയ്യുന്നത്. ദെൻ എവിഡൻസ് ബേസ്ഡ് പോളിസി, ടു പ്രൊവൈഡ് പോളിസി മേക്കേഴ്സ് വിത്ത് ക്രെഡിബിൾ റിസർച്ച് ഫൈൻഡിങ്സ് ടു ഇൻഫോം ഡിസിഷൻ മേക്കിംഗ്. ഇത്തരത്തിലുള്ള റിസർച്ച് പ്രപ്പോസൽസ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആ ഒരു റിസർച്ച് എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ പഠനം നടത്തിയിട്ടാണ്. അതുകൊണ്ട് തന്നെ പോളിസി എടുക്കുമ്പോൾ അതിനുവേണ്ടി ഒരു സപ്പോർട്ടായിട്ട്, പോളിസി മേക്കേഴ്സിന് അതൊരു സപ്പോർട്ടായിട്ട് ഈ റിസർച്ച് ആക്ട് ചെയ്യും. ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്, ടു സ്ട്രെങ്തൻ ദി കപ്പാസിറ്റി ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സോഷ്യൽ സയൻസ് റിസർച്ചേഴ്സിന് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അവരുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്, റിസർച്ച് പ്രോജക്റ്റ് എന്ന് പറയുന്നത് സോഷ്യലി റെലവൻ്റ് ആണെങ്കിൽ അതിന് വേണ്ട സപ്പോർട്ടാണ് ഈ ഇംപ്രസ് ഇനിഷ്യേറ്റീവ് വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. നോളജ് ഡിസെമിനേഷൻ, ടു ഡിസെമിനേറ്റ് റിസർച്ച് ഫൈൻഡിങ്സ് ടു എ വൈഡർ ഓഡിയൻസ്. കൂടുതൽ ആളുകളിലേക്ക് ഈ റിസർച്ച് ഫൈൻഡിങ്സ് എത്തിക്കുക എന്നുള്ളതും ഇംപ്രസിന്റെ എയിമാണ്. സോ പോളിസി റെലവൻ്റ് ആയിട്ടുള്ള റിസർച്ച് പ്രൊമോട്ട് ചെയ്യുക, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പോളിസി, ദെൻ കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് നോളജ് ഡിസെമിനേഷൻ. ദീസ് ആർ ദി ഒബ്ജക്റ്റീവ്സ്. ദെൻ വർക്ക് ചെയ്യുന്ന രീതി, വർക്കിംഗ് മോഡൽ പറയുകയാണെങ്കിൽ ഒന്ന് ഫണ്ടിങ് ആണ്. ദി സ്കീം പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫോർ റിസർച്ച് പ്രോജക്ട്സ് ഇൻ ഐഡന്റിഫൈഡ് തീമാറ്റിക് ഏരിയാസ്. ഓക്കെ, സോ ഐഡന്റിഫൈഡ് ആയിട്ടുള്ള തീം ബേസ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ റിസർച്ച് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നു. പോളിസി റെലവൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ പറഞ്ഞു. ദെൻ പിയർ റിവ്യൂ, റിസർച്ച് പ്രപ്പോസൽസ് ആർ റിഗറസ്ലി ഇവാലുവേറ്റഡ് ബൈ എക്സ്പെർട്സ്. ഏറ്റവും നല്ല റിസർച്ച് പ്രപ്പോസൽസ് ഐഡന്റിഫൈ ചെയ്ത് അവയ്ക്കാണ് ഈ ഒരു സ്കീം വഴി, ഇംപ്രസ് വഴി സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ മെന്റർഷിപ്പ്, സെലക്ടഡ് റിസർച്ചേഴ്സ് മേ റിസീവ് മെന്റർഷിപ്പ് ഫ്രം എക്സ്പീരിയൻസ്ഡ് സ്കോളേഴ്സ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്കോളേഴ്സിൽ നിന്നും മെന്റർഷിപ്പ് ഇത്തരത്തിൽ സെലക്ടഡ് ആയിട്ടുള്ള റിസർച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യും. ഡിസെമിനേഷൻ, റിസർച്ച് ഫൈൻഡിങ്സ് ആർ വൈഡ്ലി ഡിസെമിനേറ്റഡ് ത്രൂ പബ്ലിക്കേഷൻ ആൻഡ് കോൺഫറൻസസ്. ഓക്കെ, സോ ദീസ് ആർ ദി മോഡൽ ഹൗ ഇംപ്രസ് വർക്ക്സ്. അടുത്ത ഇനീഷ്യേറ്റീവ് ആണ് സ്പാർക്ക്. സ്പാർക്ക് മീൻസ് സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ. Scheme for promotion of academic and research collaboration. It is a flagship initiative of Ministry of Education, Government of India, aimed at enhancing research ecosystems in Indian higher education institutions. നമ്മൾ ആക്ച്വലി ഗിയാൻ പറഞ്ഞില്ലേ, ഗിയാൻ പറഞ്ഞ പോലെയാണ് സ്പാർക്ക് വരുന്നത്. കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. ഗിയാൻ എന്തായിരുന്നു? വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെ കൊണ്ടുവന്ന് ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക, കോഴ്സസ് എടുപ്പിക്കുക എന്നുള്ളതാണ് ഗിയാൻ ടാർഗറ്റ് ചെയ്തിരുന്നതെങ്കിൽ, ഇവിടെ വരുമ്പോൾ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ ബിറ്റ്വീൻ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗ്ലോബലി റിനൗണ്ട് യൂണിവേഴ്സിറ്റീസ്. ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗ്ലോബലി റിനൗണ്ട് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസുമായിട്ട് ടൈപ്പിൽ അക്കാഡമിക് കൊളാബറേഷൻ, റിസർച്ച് കൊളാബറേഷൻ കൊണ്ടുവരിക. അതായത് ഇന്ത്യൻ ഫാക്കൽറ്റീസ് അവിടെ പോയി റിസർച്ചുകൾ ചെയ്യണം, പേപ്പേഴ്സ് ചെയ്യണം. അതേപോലെ തന്നെ അവിടെയുള്ള ഫാക്കൽറ്റീസ് ഇവിടെ വന്ന് ടൈപ്പിലുള്ള റിസർച്ചുകൾ പ്രൊമോട്ട് ചെയ്യണം. ഇതൊക്കെയാണ് സ്പാർക്ക് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, സിമിലർ ടു ഗിയാൻ, ചെറിയ ഡിഫറൻസ്, അവിടുന്ന് ആളുകളെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല, റിസർച്ച് പ്രപ്പോസലിലാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. ദെൻ ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ കൊളാബറേഷൻ, ഫോസ്റ്ററിംഗ് റിസർച്ച് പാർട്ണർഷിപ്സ് ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫസ്റ്റ് ഇന്റർനാഷണൽ കൊളാബറേഷൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ടൈപ്പിലുള്ള റിസർച്ചുകൾ പ്രൊമോട്ട് ചെയ്യുക. നോളജ് എക്സ്ചേഞ്ച്, ഫെസിലിറ്റേറ്റ് ദി എക്സ്ചേഞ്ച് ഓഫ് നോളജ് ഐഡിയാസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. ഇതിനുള്ളൊരു വേദിയായിട്ട് ഇത് ആക്ട് ചെയ്യും. ദെൻ റിസർച്ച് എക്സലൻസ്, എൻഹാൻസിങ് ദി ക്വാളിറ്റി ആൻഡ് ഇമ്പാക്ട് ഓഫ് റിസർച്ച് ത്രൂ റിസർച്ച് ഔട്ട്പുട്ട് ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ റിസർച്ച് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക. ദെൻ ഗ്ലോബൽ വിസിബിലിറ്റി,
improving the global ranking and visibility of Indian institutions. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഗ്ലോബൽ ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അതുവഴി ഇന്ത്യയിലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഗ്ലോബൽ ഫ്രെയിംവർക്ക് കൊണ്ടുവരിക, റാങ്കിങ്ങിലൊക്കെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എയിം. ദെൻ വർക്ക് ചെയ്യുന്ന രീതി പറയുകയാണെങ്കിൽ ജോയിന്റ് റിസർച്ച് പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് പറഞ്ഞത്, സപ്പോർട്ടിങ് കൊളാബറേറ്റീവ് റിസർച്ച് പ്രോജക്ട്സ് ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ടൈപ്പിലുള്ള റിസർച്ച് പ്രപ്പോസൽസ് പ്രൊമോട്ട് ചെയ്യുക, ഒന്നാമത്തെ പർപ്പസ്. രണ്ടാമതായി ഫാക്കൽറ്റി ആൻഡ് സ്റ്റുഡൻറ് എക്സ്ചേഞ്ച്. ഇന്ത്യൻ ഫാക്കൽറ്റീസ് അവിടെ പോയി ക്ലാസ്സുകൾ എടുക്കുക, ഇന്ത്യൻ സ്റ്റുഡൻസ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് പോയി കോഴ്സുകൾ ചെയ്യുക, അങ്ങനെ ഒരു ടൈപ്പ്. ഓക്കെ, സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഒക്കെ ഇല്ലേ, അത്തരത്തിൽ ടൈപ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് സ്പാർക്ക് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമാണ്. ഫെസിലിറ്റേറ്റിംഗ് ദി എക്സ്ചേഞ്ച് ഓഫ് ഫാക്കൽറ്റി ആൻഡ് സ്റ്റുഡൻസ് ഫോർ റിസർച്ച് ആൻഡ് ടീച്ചിങ്. Capacity building, providing teaching and training and workshops to enhance research capabilities. റിസർച്ച് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, റിസർച്ച് എബിലിറ്റീസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ്ങും വർക്ക്ഷോപ്പും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ദ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ക്രിയേറ്റിംഗ് പ്ലാറ്റ്ഫോംസ് ഫോർ റിസർച്ചേഴ്സ് ടു കണക്ട് ആൻഡ് കൊളാബറേറ്റ്. റിസർച്ചേഴ്സിന് പരസ്പരം കണക്ട് ചെയ്യാനും കൊളാബറേഷനുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക. ഇതെല്ലാം സ്പാർക്ക് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമാണ്. ഓക്കെ, ദെൻ അടുത്തത് ലീപ്പാണ്, ലീഡർഷിപ്പ് ഫോർ അക്കാഡമിഷ്യൻസ് പ്രോഗ്രാം. ലീഡർഷിപ്പ് ഫോർ അക്കാഡമിഷ്യൻസ് പ്രോഗ്രാം. LEAP stands for Leadership for Academicians Program. It's a flagship initiative under the Pandit Madan Mohan Malaviya National Mission on Teachers and Teaching. ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയാനുണ്ട്. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയ നാഷണൽ മിഷൻ ഓൺ ടീച്ചേഴ്സ് ആൻഡ് ടീച്ചിങ്ങിനെ പറ്റി നമ്മൾ പറയും. അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ആ ഒരു ഷോർട്ട് ഫോം PMM MNMTT എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയ നാഷണൽ മിഷൻ ഓൺ ടീച്ചേഴ്സ് ആൻഡ് ടീച്ചിങ് ആണ്. To develop leadership capabilities among second-tier academic functionaries in public funded higher education institutions. ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ള പ്രോഗ്രാമാണ്. ഓക്കെ, ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, അവരെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക. ഗവൺമെന്റ് സെക്ടറിലുള്ള അല്ലെങ്കിൽ പബ്ലിക് ഫണ്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള ടീച്ചേഴ്സിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ലീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ലീപ്പ് എന്ന് പറയുന്നത് അതിനകത്ത് ആക്ച്വലി ഡൊമസ്റ്റിക് ട്രെയിനിങ്ങും ഫോറിൻ ട്രെയിനിങ്ങും ഉണ്ട്. ഡൊമസ്റ്റിക്കലി വീക്സ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു, ആൻഡ് ഫോറിനിൽ എത്ര വീക്കുകളാണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. എനിവേ ഐ തിങ്ക് 1 വീക്ക് ഫോറിൻ ട്രെയിനിങ്ങും 2 വീക്ക് ഡൊമസ്റ്റിക് ട്രെയിനിങ്ങും ആണെന്ന്. ആ രീതിയിലാണ് ലീപ്പ് ആക്ട് ചെയ്യുന്നത്. സോ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ടു പ്രിപ്പയർ അക്കാഡമിക് ലീഡേഴ്സ് ഫോർ ഫ്യൂച്ചർ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ്. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ, ടീച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക, അവരെ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ പർപ്പസ്. നല്ല ഫ്യൂച്ചർ ലീഡേഴ്സ് ആയിരിക്കണം, അക്കാഡമിക് ലീഡേഴ്സ് ആയിട്ട് അവരെ ബിൽഡ് ചെയ്യുക. സ്കിൽ എൻഹാൻസ്മെന്റ് ടു എക്വിപ്പ് അക്കാഡമിഷ്യൻസ് വിത്ത് ലീഡർഷിപ്പ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ്. ലീഡർഷിപ്പ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക, മാനേജറിയൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക, അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക, ഇവയൊക്കെ ടാർഗറ്റിന്റെ ഭാഗമാണ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് to contribute to the overall development of higher education institutions. Altogether, higher education institutionsനെ മൊത്തമായിട്ട് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക, ഡെവലപ്പ് ചെയ്യുക, അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ. ഓക്കെ, സോ അത്രയുമാണ് ലീപ്പ്. ലീപ്പ് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിട്ട് ഓർക്കുക. ട്രെയിനിങ് പ്രോഗ്രാമാണ്. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയ മിഷൻ ഓൺ ടീച്ചേഴ്സ് ആൻഡ് ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ലീപ്പ്. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് സ്കീം, IOE എന്ന് പറയും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് is a scheme, it's a flagship initiative of Government of India aimed at transforming selected higher education institutions into world-class centers of teaching and research. ഇന്ത്യയിലെ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് IOE ടൈറ്റിൽ കൊടുക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അവർക്ക് ഓട്ടോണമി കൂടുതലാണ്. ഫോറിൻ സ്റ്റുഡൻസിനെ ഒരുപാട് അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അവരുടെ ഫീ അവർക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അങ്ങനെ ഒരു ലെവലിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വരുന്നത്. ഓക്കെ, ആ ഒരു ടൈറ്റിൽ കിട്ടണമെങ്കിൽ അത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുവഴി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വേൾഡ് ക്ലാസ് സെന്റേഴ്സ് ഓഫ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഒബ്ജക്റ്റീവ്സ്: 1, ഗ്ലോബൽ എക്സലൻസ് ടു എസ്റ്റാബ്ലിഷ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് റാങ്ക്സ് among the top 500
യൂണിവേഴ്സിറ്റീസ് ഗ്ലോബലി. അതായത് ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് 500 യൂണിവേഴ്സിറ്റീസിനകത്ത് കൊണ്ടുവരണം, ഇവഞ്ച്വലി ടോപ്പ് 100-നകത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് ടാർഗറ്റ്. ആദ്യം നമുക്ക് ആദ്യത്തെ 500-നുള്ളിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ടുവരാൻ സാധിക്കണം. അതിനുശേഷം ആദ്യത്തെ 100-നുള്ളിൽ കൊണ്ടുവരണം. ഇതാണ് IOE ടാർഗറ്റ് ചെയ്യുന്നത്. ഓട്ടോണമി, ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൂടുതൽ ഓട്ടോണമി ഉണ്ട്. ടു ഗ്രാൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗ്രേറ്റർ ഓട്ടോണമി ഇൻ അക്കാഡമിക്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. അക്കാഡമിക് മാറ്റേഴ്സിലും അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിലും അതേപോലെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിലും കൂടുതൽ ഓട്ടോണമി പ്രൊവൈഡ് ചെയ്യുന്നു. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ, ടു ഫോസ്റ്റർ എ കൾച്ചർ ഓഫ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ, റിസർച്ച് ഇന്നോവേഷൻ പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് ഫൈനലി ഗ്ലോബൽ കൊളാബറേഷൻ, ടു എൻകറേജ് ഇന്റർനാഷണൽ കൊളാബറേഷൻസ് ആൻഡ് പാർട്ണർഷിപ്പ്. കൂടുതൽ ഇന്റർനാഷണൽ ലെവലിൽ ഫോറിൻ സ്റ്റുഡൻസ് വന്ന് പഠിക്കാവുന്ന ഒരു വേദി ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഉള്ള ഒരു ഇന്റർനാഷണൽ കൊളാബറേഷനും ഇന്റർനാഷണൽ റിസർച്ചും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഇനീഷ്യേറ്റീവ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ബെനിഫിറ്റ്സ്, ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടും. എത്രയാണ് സപ്പോർട്ട് എന്ന് വെച്ചാൽ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ₹1000 crore ആണ് ഗ്രാൻഡ് ആയിട്ട് ഈ ഒരു IOE ഇനീഷ്യേറ്റീവ് വഴി കിട്ടുന്നത്. 1000 crore. ദെൻ റെഗുലേറ്ററി ഫ്ലെക്സിബിലിറ്റി, ഓട്ടോണമി കൂടുതലാണ്, ഒരുപാട് ഗവൺമെന്റ് കൺട്രോൾ ഉണ്ടാവില്ല. ദെൻ ഗ്ലോബൽ റെക്കഗ്നിഷൻ, ഓപ്പർച്യൂണിറ്റീസ് എസ്റ്റാബ്ലിഷ് എ ഗ്ലോബൽ റെക്കഗ്നിഷൻ. IOE എന്നുള്ള സ്റ്റാറ്റസ് വന്നു കഴിഞ്ഞാൽ അത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ട് മാറുവാണ്. അത്തരം ഒരു സ്റ്റാറ്റസ് ആണ് IOE വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ഇനീഷ്യേറ്റീവ് ഈസ് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ. രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ, റുസ. രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ്സ് ഫോർ വിച്ച് ട്രാൻസ്ലേറ്റ്സ് ഇൻ ടു നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ മിഷൻ. ഓക്കെ, ഇത് തന്നെയാണ് നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ മിഷൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ, അതാണ് നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ മിഷൻ എന്നാണ്. ആക്ച്വലി അതിന്റെ ഹിന്ദി വേർഡാണ് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ, റുസ എന്ന് പക്ഷേ നമ്മളോട് ചോദിക്കും. സോ ഇറ്റ്സ് എ സെൻട്രലി സ്പോൺസേഡ് സ്കീം ലോഞ്ച്ഡ് ഇൻ 2013 by the government of India to improve overall quality of higher education in India, in the country. സോ ഈ ഒരു സ്കീമിനെ പറ്റി ഞാൻ ആദ്യം പറയാം. സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെവലിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുക. സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് സ്റ്റേറ്റ് ലെവലിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക. അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു ഇനിഷ്യേറ്റീവ് ആണ് റുസ. ഓക്കെ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനും ഒക്കെ വേണ്ടി ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസ്. ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ, ഒന്ന്, ഇംപ്രൂവിങ് ആക്സസ്, ഇൻക്രീസിങ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇൻ ഹയർ എഡ്യൂക്കേഷൻ. അത് നമ്മൾ മുമ്പ് കണ്ട ബേസിക് എയിമാണ്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഒക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? സ്റ്റേറ്റ് ലെവലിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യണം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഇംപ്രൂവിങ് ആക്സസ്, എൻഹാൻസിങ് ക്വാളിറ്റി, സ്റ്റേറ്റ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. ദെൻ ഇക്വിറ്റി, എൻഷുറിങ് ഇക്വിറ്റബിൾ ആക്സസ് ടു ഹയർ എഡ്യൂക്കേഷൻ. എല്ലാവർക്കും ഒരേ രീതിയിൽ ആക്സസിബിൾ ആയിരിക്കണം ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ദെൻ ഗവർണൻസ്, ഇംപ്രൂവിങ് ദി ഗവർണൻസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഹയർ എഡ്യൂക്കേഷനിലെ ഗവർണൻസ് ഇംപ്രൂവ് ചെയ്യുക. ദീസ് ആർ ദി ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, കോമ്പോണൻസ് ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു? ഒന്ന്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, പുതിയ കോളേജസ് ബിൽഡ് ചെയ്യുക, നിലവിലുള്ള ബിൽഡിങ്സിനെ അപ്ഗ്രേഡ് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിന്റെ ഭാഗമാണ്. അതേപോലെ ഫാക്കൽറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഇനീഷ്യേറ്റീവ്സ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കൊണ്ടുവരുന്നു. സ്റ്റുഡൻറ് സപ്പോർട്ട്, സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, മറ്റ് സപ്പോർട്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റിന് വേണ്ടി മാനേജറിയൽ അഡ്മിനിസ്ട്രേറ്റീവ് കേപ്പബിലിറ്റീസ് ഒക്കെ ബിൽഡ് ചെയ്യാനുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്, റിസർച്ച് ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയാണ് റുസ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് മാത്രമല്ല, അവർ ട്രെയിനിങ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് നമ്മളൊരു 14 ഇനീഷ്യേറ്റീവ്സ് പറഞ്ഞു. ആൻഡ് വി നീഡ് 1 more ലെക്ചർ. അതോടുകൂടി ടോട്ടൽ 3 ലെക്ചേഴ്സ് ആണ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചത്. അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകാൻ അത്രയും സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഇതിന്റെ മെറ്റീരിയൽ, കംപ്ലീറ്റ് മെറ്റീരിയൽ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ, നല്ല രീതിയിൽ വായിക്കണം. ആൻഡ് അതിനുശേഷം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഈ ഏരിയാസ് എല്ലാം കവർ ചെയ്യുന്ന MCQs ഞാൻ ഓൾറെഡി തന്നിരുന്നു, അതും എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ.
സോ എനി ഡൗട്ട്സ്? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, താങ്ക് യു എവരി വൺ. വീണ്ടും അടുത്ത സെഷനിൽ കാണാം. ബൈ.